യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SLCയിലെ ബയോളജിയാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് ചാപ്റ്ററായ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്ററായ ജീവശാസ്ത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ജീവന്റെ ജനിതകം എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെന്താ ഇവിടെ പറയുന്നതാണ്, ജീൻ എഡിറ്റിംഗിലെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്ര നോബൽ സമ്മാനം 2020 കിട്ടിയ ആർക്കാണ്? ജെന്നിഫർ എ ഡൗഡ്നക്കും എമാനുവൽ കാർപ്പന്റിയറിനാണ് ലഭിച്ചിരിക്കുന്നത്. എന്താണ് ജീൻ എഡിറ്റിംഗിന്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് 2020 രസതന്ത്ര നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത് ആർക്കൊക്കെയാണ്? ജെന്നിഫർ എ ഡൗഡ്ന, എമാനുവൽ കാർപ്പന്റിയർ. The Nobel Prize in Chemistry for Developing Methodology of Gene Editing in 2020 കിട്ടിയിരിക്കുന്ന ആർക്കൊക്കെയാണ്? ജെന്നിഫർ എ ഡൗഡ്നക്കും എമാനുവല കാർപ്പന്ററിനൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ജീൻ എഡിറ്റിംഗ് പറഞ്ഞാൽ എന്താ? DNA ചില ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ, പ്രക്രിയയാണ്. DNA ചില ജീനുകളിൽ ഒരു അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ് എന്ത്? ജീൻ എഡിറ്റിംഗ് അല്ലെ. ഇതിനെ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എന്ത്? ക്രിസ്പർ കാസ് എന്ന് പറയുന്നത്. ഇതിനെ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണെന്ത്? ക്രിസ്പർ കാസ് എന്ന് പറയുന്നത്. അതിനാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അല്ലെ. ക്രിസ്പർ കാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീൻ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണെന്ത്? ക്രിസ്പർ കാസ് അല്ലെ, 9. ക്രിസ്പർ കാസ് 9. ഓക്കെ, ക്രിസ്പർ കാസ് 9 അല്ലെ. ഓക്കെ, പിന്നെന്താ ഇവിടെ പറയുന്നത്? എന്താണ് ക്രിസ്പർ കാസ് 9? ജീൻ എഡിറ്റിംഗ് പ്രോസസ് ആണ് അല്ലെ, വിച്ച് ക്യാൻ ബ്രിങ് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ജീൻസ് ഇൻ DNA. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? ഇത് ഉപയോഗിക്കപ്പെടുന്ന ഇവിടെ ഡെവലപ്പ് ക്രോപ്സ് ദാറ്റ് ആർ റെസിസ്റ്റന്റ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസസ് അല്ലെ. എന്താ അവിടെ പറയുന്നത്? നമുക്ക് കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാൻ ഇത് ഉപകരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ജീൻ നമുക്ക് കാണാൻ കഴിയില്ല അല്ലെ, പിന്നെ എങ്ങനെയാണ് ഇതിനെ എഡിറ്റ് ചെയ്യാനാവുക? അപ്പൊ DNA, ഡിയോക്സിബോ ന്യൂക്ലിക് ആസിഡ്, ജീൻ എന്നിവയെ കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയാണ് ജീൻ എഡിറ്റിംഗിലേക്ക് നയിച്ചത് കേട്ടോ. DNA, ജീൻ എന്നിവയെ കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയാണ് ജീൻ എഡിറ്റിംഗിലേക്ക് നയിച്ചത്. ഇനി ജീൻ ക്രോമസോമുകളിലുള്ള DNA നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് കേട്ടോ. ക്രോമസോമുകളിലുള്ള DNA നിശ്ചിത ന്യൂക്ലിയോയിഡുകളുടെ ശ്രേണിയാണ് ഈ ജീൻ അല്ലെ. ജീനിന്റെ നിർദ്ദേശം അനുസരിച്ച് റൈബോസോമുകളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകളാണ് അല്ലെ. പിന്നെ അതുപോലെ മെറ്റാബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും ഒക്കെ ഈ ജീനിന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. ഓക്കെ, പിന്നെ ഈ ജീനുകൾ പാരമ്പര്യം അതുപോലെ വ്യതിയാനം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ജീനുകൾ പാരമ്പര്യം വ്യതിയാനം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്, അതായത് ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ജനിതക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജീനുകൾ പാരമ്പര്യം വ്യതിയാനം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് ലൊക്കേഷൻ ഓഫ് DNA ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. എന്താണ് ലൊക്കേഷൻ ഓഫ് DNA? അതായത് DNAയുടെ സ്ഥാനം അല്ലെ. DNAയുടെ സ്ഥാനം എവിടെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ യൂക്കാരിയോട്ടുകളിൽ കോശ ന്യൂക്ലിയസിലുള്ള ക്രോമസോമുകളിലെ DNA എവിടെയാണ്? യൂക്കാരിയോട്ടുകളിൽ കോശ ന്യൂക്ലിയസിലുള്ള സെൽ ന്യൂക്ലിയസിലുള്ള ക്രോമസോമുകളിലെ DNA അതിന്റെ DNA സ്ഥാനം. ലൊക്കേഷൻ ഓഫ് DNA യൂക്കാരിയോട്ടുകളിൽ സെൽ ന്യൂക്ലിയസിലുള്ള ക്രോമസോമുകളിലെ DNA അതിന്റെ സ്ഥാനം വരുന്നത് അല്ലെ, ലൊക്കേഷൻ വരുന്നത് DNA. ഇനി DNA ഘടന അല്ലെ, DNA സ്ട്രക്ചർ ഓഫ് DNA കണ്ടെത്തുന്നത് എങ്ങനെയാണ്? റോസലിൻ ഫ്രാൻസിനും പിന്നെ റോസലിൻ ഫ്രാൻസിൻ, മോറിസ് വിൽക്കീസ് എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് DNA ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നിർദ്ദേശിച്ചത്. They proposed the structure of DNA based on the X-ray diffraction studies conducted by Rosalind Franklin and Maurice Wilkins. അപ്പൊ റോസലിൻ ഫ്രാൻസിനും മോറിസ് വിൽക്കിൻസും എന്നിവരുടെ DNA എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനങ്ങളിലൂടെയാണ് ആസ്പദമാക്കിയാണ് DNA ഘടന ഇവർ രണ്ടാളും അല്ലെ, ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രീക്കും നിർദ്ദേശിച്ചത്.
പിന്നെ ഇവിടെ നോക്കിയേ, റൊസലിൻ ഫ്രാങ്ക്സിൻ എടുത്ത DNA-യുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രശസ്തമായ ഫോട്ടോ 51 എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ കണ്ടെത്തലിനിടയാക്കിയ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ഓക്കെ, 1958 റൊസലാൻ ഫ്രാങ്ക്സിൻ 37 വയസ്സിൽ മരിച്ചു അല്ലെ. പിന്നെന്താണ്, DNA-യുടെ ചുറ്റുകോവണി മാതൃക കണ്ടെത്തിയ ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രീക്ക്, മോറിസ് വിൽക്കിൻസ് എന്നിവർക്ക് 1962 മെഡിസിനുള്ള നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അല്ലെ, റൊസലിൻ ഫ്രാങ്ക്ലിൻ, പിന്നെ മോറിസ് വിൽക്കിൻസ്, പിന്നെ ഫ്രാൻസിസ് ക്രിക്ക്, ജെയിംസ് വാട്സൺ അല്ലെ, ഇവരൊക്കെയാണ് അല്ലെ. James Watson, Francis Crick and Maurice Wilkins were awarded the Nobel Prize in Medicine in 1962 for their contribution on the discovery of double helix model of DNA. DNA-യുടെ ഈ ഡബിൾ ഹെലിക്സ് മോഡൽ അല്ലെ, അത് കണ്ടെത്തിയത് 1962 മെഡിസിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചവരാണ് മോറിസ് വിൽക്കിൻസും ഫ്രാൻസിസ് ക്രീക്കും ജെയിംസ് വാട്സണും. ഓക്കെ, നിങ്ങൾ കിട്ടിയ പോയിന്റുകളൊക്കെ പഠിക്കുക കേട്ടോ. ഇതാണെന്ത്, DNA-യുടെ ചുറ്റുകോവണി മാതൃക അല്ലെ. ഓക്കെ, ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. ഓക്കെ, ഇതാണ് അല്ലെ. അപ്പൊ സ്ട്രാൻഡ്സും ഉണ്ട്, റങ്സും ഉണ്ട് അല്ലെ, ഇഴകളും ഉണ്ട്, പടിയും ഉണ്ട് അല്ലെ. പടി എന്ന സ്റ്റെപ്പ് ഉള്ളത് അല്ലെ, മറ്റേത് സ്ട്രാൻഡ്സ്. ഓക്കെ, അപ്പൊ DNA-യുടെ ഘടനയാണ് ഇത് വരുന്നത് അല്ലെ. അതായത് DNA-യുടെ സ്ട്രക്ചർ. ഓക്കെ, ഫോംഡ് ബൈ പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസസ്. പിന്നെന്താണ്, നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നുണ്ടാക്കുന്നു. ഓക്കെ, ഇതെന്താണ്, ഷുഗർ മോളിക്യൂൾസ്, ഇത് ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് അല്ലെ, പ്രതിസാര തന്മാത്രയും ഫോസ്ഫേറ്റ് തന്മാത്രയും. പിന്നെ നോക്കിയാൽ നൈട്രജൻ ബേസുകൾ ഏതാണ്, എ എന്ന് പറഞ്ഞാൽ അഡിനീൻ ആണ് അല്ലെ. എ എന്ന് പറഞ്ഞാൽ അഡിനീൻ ആണ്. ടി എന്ന് പറഞ്ഞാൽ തൈമിൻ അല്ലെ. എ എന്ന് പറഞ്ഞാൽ അഡിനീൻ, ടി എന്ന് പറഞ്ഞാൽ തൈമിൻ, ജി ഗുവാനിൻ, സി സൈറ്റോസിൻ അല്ലെ. ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് മോളിക്യൂള്. അപ്പൊ എന്താ പറയുന്നത്, ഡിയോക്സി റൈബോസ് പഞ്ചസാരയും പിന്നെ ഫോസ്ഫേറ്റും ഉള്ള 2 ഇഴകളും നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്ന പടികളുമായി ചുറ്റുകോവണാകൃതിയിലുള്ള തന്മാത്രയാണ് ഈ DNA എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഡിയോക്സി റൈബോസ് പഞ്ചസാരയും പിന്നെന്താണ് ഫോസ്ഫേറ്റും പിന്നെന്താണ് 2 ഇഴകളും നൈട്രജൻ ബേസുകൾ ചോടി ചേർന്ന പടികളുമായ ചുറ്റുകോവണാകൃതിയിലുള്ള തന്മാത്രയാണ് ഈ DNA എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞാൽ ദ ബേസിക് ബിൽഡിംഗ് ഓഫ് ബ്ലോക്ക് ഓഫ് DNA. ഈച്ച് ന്യൂക്ലിയോടൈഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ ഡിയോക്സി റൈബോസ് ഷുഗർ, എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് നൈട്രജൻ ബേസ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അല്ലേ അതായത് DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ ന്യൂക്ലിയോടൈഡിലൊക്കെ ഇതാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഡിയോക്സി റൈബോസ് പഞ്ചസാരയും ഫോസ്ഫേറ്റും ഉള്ള 2 ഇഴകളും നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നുണ്ടായ പടികളുമുള്ള ചുറ്റുഗോവണാകൃതിയിലുള്ളതാണ് DNA എന്ന് പറയുന്നത് അല്ലെ. ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA. ഈച്ച് ന്യൂക്ലിയോടൈഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ ഡിയോക്സി റൈബോസ് ഷുഗർ, എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് എ നൈട്രജൻ ബേസ്. അപ്പം DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്ന ഓരോ ന്യൂക്ലിയോടൈഡും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാണ് നിർമ്മിതമാണ് അല്ലെ. അപ്പൊ ഡിയോക്സി റൈബോസ് പഞ്ചസാരയും ഫോസ്ഫേറ്റും ഉള്ള 2 ഇഴകളും നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്ന പടികളുമുള്ള ഒരു ചുറ്റുകോപണാകൃതിയിലുള്ളതാണ് DNA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണിതാ ഫോസ്ഫേറ്റ് അല്ലെ, ഡിയോക്സി റൈബോസ് പഞ്ചസാര, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ്. ഡിയോക്സി റൈബോസ് അല്ലെ 5 കാർബൺ ഷുഗർ, പിന്നെ നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ്. നൈട്രജൻ കണ്ടെയ്ൻ ആൽക്കലൈൻ കോമ്പൗണ്ട്. നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവമുള്ള സംയുക്തമാണ് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഓരോ ന്യൂക്ലിയോടൈഡിൽ ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, പിന്നെന്താണ് ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളുണ്ട്. ന്യൂക്ലിയോടൈഡുകളെ ബന്ധിപ്പിക്കാനുള്ള ബോണ്ടുകളുടെ രൂപീകരണത്തിന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് സഹായകം. പിന്നെ ഡിയോക്സോ റൈബോസ് ഒരു 5 കാർബൺ പഞ്ചസാരയാണ്. പിന്നെ അതുപോലെ നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവമുള്ളവയാണ് നൈട്രജൻ ബേസുകൾ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു ഡിയോക്സി റൈബോസ് ഷുഗർ, എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളുണ്ട് അല്ലെ.
പിന്നെന്താണ് ന്യൂക്ലിയോടൈഡുകളെ ബന്ധിപ്പിക്കാനുള്ള ബോണ്ടുകളുടെ രൂപീകരണത്തിന് എന്താണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് സഹായകമാണ്. പിന്നെ ഡിയോക്സിറൈസ് 5 കാർബൺ ഷുഗർ ആണ് അല്ലെ. എന്താണ് ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത് എന്താണ് ഒരു 5 കാർബൺ ഷുഗർ ആണ്. ഓക്കെ, പിന്നെന്താണ് നൈട്രജൻ അടങ്ങിയ ആൽക്കലി അല്ലെ. ആൽക്കലി ഇതൊക്കെ നോക്കൂ, നൈട്രജൻ കണ്ടതിന് ആൽക്കലി കോമ്പൗണ്ട് അല്ലെ. നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവമുള്ളവയാണ് എന്ത് ഈ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് നോക്കിയേ, ഇവിടെ ഈ ന്യൂക്ലിയോടൈഡുകളുടെ ജോഡി ചേർൽ എങ്ങനെയാണ് ഇവിടെ പറഞ്ഞത്? എ അഡിനിൻ ആണ്, ടി തൈമിൻ ആണ് അല്ലെ. ഇവിടെ എ അഡിനിൻ ആണ്, ടി തൈമിൻ ആണ്, ജി ഗുവാനിൻ ആണ്, സി സൈറ്റോസിൻ ആണ് അല്ലെ. അപ്പൊ എന്താണ് ഇതിന്റെ പെയറിംഗ് ഓഫ് ന്യൂക്ലിയോടൈഡ് എങ്ങനെയാണ്? പെയറിംഗ് ഓഫ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഈ DNA മോളിക്യൂൾസിൽ എന്താണ് DNA തന്മാത്രയിൽ അഡിനിൻ ആരാണ്? തൈമിനുമായിട്ട് ജോഡി ചേരുകയാണ് അല്ലെ. അഡിനിൻ തൈമിനുമായും പിന്നെ ഗ്വാനിൻ ആരാണ്? ഗ്വാനിൻ സി അല്ലെ സൈറ്റോസിനുമായിട്ടാണ് ജോഡി ചേരുന്നത്. ഓക്കെ, എന്താണ് നൈട്രജൻ ബേസുകൾ? അഡിനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും അല്ലെ. അപ്പൊ ഇവിടെ DNA മോളിക്യൂൾസ് DNA തന്മാത്രയിൽ എന്താണ് അഡിനിൻ ആരുമായിട്ടാണ് ജോഡി ചേരുന്നത്? തൈമിനുമായിട്ട് അല്ലെ. പിന്നെ അത് ഗ്വാനിനോ സൈറ്റോസിനുമായിട്ടാണ് ഇത് ജോഡി ചേരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് DNA വലിപ്പം നോക്കാം അല്ലെ. DNA ഇഴകളുടെ എണ്ണം അപ്പൊ എന്താണ് ഈ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞേ. അപ്പൊ DNA ഇഴകളുടെ എണ്ണം, അപ്പൊ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ DNA എന്താണ്? 2 ആണ് അല്ലെ. ഡബിൾ സ്ട്രാൻഡഡ് ആണ് അല്ലെ. 2 ആണ് കേട്ടോ. എന്താണ് 2 ആണ് എന്ത് DNA ഇഴകളുടെ എണ്ണം അല്ലെ. എന്താണ് 2 അല്ലെ, ഡബിൾ സ്ട്രാൻഡഡ്. പിന്നെ എന്താ പറയുന്നത്? എന്താണ് മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് സ്ട്രാൻഡ്സ്. എന്താണ് മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് സ്ട്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ അല്ലെ. അപ്പൊ ഏതാണ്? ഷുഗർ ഡിയോക്സി റൈബോസും ഫോസ്ഫേറ്റ് മോളിക്യൂൾസും അല്ലെ. എന്താണ് പഞ്ചസാര ഡിയോക്സി റൈബോസും ഫോസ്ഫേറ്റ് തന്മാത്രയാണ് എന്താക്കുന്നത് ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ അല്ലെ. ഷുഗർ അല്ലെ, പഞ്ചസാരയും ഡിയോക്സി റൈബോസ് ആൻഡ് ഫോസ്ഫേറ്റ് തന്മാത്രകൾ. ഇനി അടുത്തെന്താണ്? ഈ പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകളോ? പടികൾ നിർമ്മിച്ചിരിക്കുന്ന മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് റങ്സ്. പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്ര ഏതാണ്? നൈട്രജൻ ബേസസ് ആണ് അല്ലെ. അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അല്ലെ. എന്താണ് ഇവിടെ പറയുന്നത്? പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്ര ഏതാണ്? നൈട്രജൻ ഡൈറ്റ് അല്ലെ. അങ്ങനെ ഏതൊക്കെയാണ്? അഡിനിൻ, പിന്നെന്താണ് തൈമിൻ, പിന്നെ ഗ്വാനിൻ സൈറ്റോസിൻ. ഓക്കെ, പിന്നെ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? വിവിധ തരം നൈട്രജൻ ബേസുകൾ. എത്രാമത്താണ്? 4ാമത്തത് കേട്ടോ. എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസസ് ഏതാണ്? അഡിനിൻ എ, തൈമിൻ ടി, ഗ്വാനിൻ ജി, സൈറ്റോസിൻ സി അല്ലെ. എന്താണ് വിവിധതരം നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത്? എന്താണ് അവിടെ തന്നെ ഉണ്ട് അല്ലെ നൈട്രജൻ ബേസുകൾ അല്ലെ. അഡിനിൻ, ടി തൈമിൻ, ജി ഗ്വാനിൻ, സി സൈറ്റോസിൻ. ഓക്കെ, ഇവിടെ മുകളിലുണ്ട് അല്ലെ നൈട്രജൻ ബേസസ്. എ അഡിനിൻ, ടി തൈമിൻ, ജി ഗ്വാനിൻ, സി സൈറ്റോസിൻ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? അടുത്തത് ഫോർമേഷൻ ഓഫ് റങ്സ് അല്ലെ. ഫോർമേഷൻ ഓഫ് റങ്സ് എന്താണ്? പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസസ് എ ടി ആൻഡ് അതായത് അഡിനിൻ തൈമിനും പിന്നെ ആൻഡ് ജി സി ഗ്വാനിൻ സൈറ്റോസിൻ അല്ലെ വൈ ഹൈഡ്രജൻ ബോണ്ട്സ് അല്ലെ. എന്താണ് ഇവിടെ പറയുന്നത്? ഫോർമേഷൻ ഓഫ് റങ്സ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ എഴുതേണ്ടത്? എന്താണ് പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസസ്, പിന്നെ എന്താണ് ബ്രാക്കറ്റിൽ ഇടുക അഡിനിൻ തൈമിൻ ആൻഡ് ഗ്വാനിൻ സൈറ്റോസിൻ, പിന്നെ വൈ എന്താണ് VIA വൈ എന്താണ് ഹൈഡ്രജൻ ബോണ്ട്സ് കേട്ടോ. ഹൈഡ്രജൻ ബോണ്ട്സ്. ദെൻ എന്താണ് ജോഡി നൈട്രജൻ ബേസസും പിന്നെന്താണ് മലയാളത്തില് നൈട്രജൻ ബേസസിന്റെ ജോഡികൾ എന്താണ്? എ അഡിനിനും തൈമിനും പിന്നെ ഗ്വാനിൻ സൈറ്റോസിൻ അല്ലെ, പിന്നെ ഹൈഡ്രജൻ ബോണ്ടിലൂടെ അല്ലെ. ഓക്കെ, പിന്നെ എന്താണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്? എന്താണ് നൈട്രജൻ ബേസുകൾ ജോഡി ചേരുന്ന വിധം അല്ലെ. മോഡ് ഓഫ് നൈട്രജൻ ബേസ് പെയറിങ്. എന്താണ് നൈട്രജൻ ബേസുകൾ ജോഡി ചേരുന്ന വിധം അല്ലെ. അപ്പൊ എന്താണ് മോഡ് ഓഫ് നൈട്രജൻ ബേസ് പെയറിങ് എങ്ങനെയാണ്? കോംപ്ലിമെന്ററി പെയറിങ്. പെയേഴ്സ് വിത്ത് എന്താ? ടി ജി പെയേഴ്സ് വിത്ത് സി അല്ലെ. തൈമിനും ഗ്വാനിനും പെയർ വിത്ത് സി അല്ലെ, സിയുമായിട്ട് സൈറ്റോസിനുമായിട്ട്. ഓക്കെ, അടുത്ത എന്താണ്? മോളിക്യൂൾസ് ഇൻ എ ന്യൂക്ലിയോടൈഡ്.
ഇവിടെ എന്താണ് ആറാമത്തത്? കോംപ്ലിമെന്ററി പെയറിങ് എഴുതേണ്ടത്. കോംപ്ലിമെന്ററി പെയറിങ് എന്നിട്ട് എന്താണ്? എ പെയർസ് വിത്ത് ടി കോമ ജി പെയർസ് വിത്ത് സി. ഓക്കെ, എന്താണ് ജോഡികളായ ടൈമിനും പിന്നെന്താണ് ഗ്വാനിനും എന്താണ് സിയും ആയിട്ട് എന്താണ് സൈറ്റോസിനുമായിട്ട് ജോഡികളാവുകയാണ് അല്ലേ. പിന്നെന്താണ് 7 എന്താണ്? മോളിക്യൂൾസ് ഇൻ ന്യൂക്ലിയോടൈഡ് അല്ലേ. ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ എങ്ങനെ ഇതാ? ഡിയോക്സി റൈബോസ് ഷുഗർ, പിന്നെന്താണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് നൈട്രജൻ ബേസ് അല്ലേ. ഓക്കെ, എന്താണ് ഡിയോക്സി റൈബോസ് പഞ്ചസാര, പിന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, പിന്നെന്താണ് നൈട്രജൻ ബേസ്. ഓക്കെ, ഇതാണ് മോളിക്യൂൾസ് ഇൻ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? DNA ഹാസ് എ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ വിത്ത് 2 ആന്റി പാരലൽ സ്ട്രാൻഡ്സ്. പിന്നെന്താണ്? ദ ബാക്ക്ബോൺ ഓഫ് ഈച്ച് സ്ട്രാൻഡ് ഈസ് മെയ്ഡ് ഓഫ് ഷുഗർ, ഡിയോക്സി റൈബോസ് ആൻഡ് ഫോസ്ഫേറ്റ് മോളിക്യൂൾസ്. പിന്നെന്താ പറയുന്നത്? ദ റങ്സ് ഓഫ് ദ DNA ലാഡർ ആർ ഫോംഡ് ബൈ നൈട്രജനസ് ബേസസ്. എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ പെയറിംഗ് ബൈ ഹൈഡ്രജൻ ബോൺസ്. പിന്നെന്താണ്? എ ന്യൂക്ലിയോടൈഡ് ദ ബേസിക് യൂണിറ്റ് ഓഫ് DNA കൺസിസ്റ്റ് ഓഫ് എന്താണ്? എ ഡിയോക്സി റൈബോസ് ഷുഗർ, എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, നൈട്രജൻ ബേസ്. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിനും സൈറ്റോസിനും. ഓക്കെ, ഇനി എന്താണ് ഇവിടെ പറയുന്നത്? സൈസ് ഓഫ് DNA ആണ്. അപ്പൊ സൈസ് ഓഫ് DNA എന്ന് പറയുമ്പോൾ എന്താ? DNA ഇൻ ഈച്ച് ക്രോമോസോം ഈസ് അബൌട്ട് 2 inches 5 centimeter long. If DNA from 46 chromosomes of a human cell joined together, it would be around 6 feet in length, 2 meters. The human body is made up of trillions 1 lakh crore of cells. If the DNAs of all the cells joined together, it would be about 67 billion. 1 billion is equal to 100 crore miles in length. It is capable enough to wrap around the earth over 2 million times. അപ്പോൾ സൈസ് ഓഫ് DNA എന്താണ് പറയുന്നത്? DNA വലുപ്പം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഓരോ ക്രോമസോമിലും എന്താണ്? DNA ഏകദേശം 2 ഇഞ്ച് 5 സെന്റിമീറ്റർ നീളമുണ്ടാകും. ഒരു മനുഷ്യകോശത്തിലെ 46 ക്രോമസോമുകളിലെയും DNA ചേർന്ന എന്താണ്? ഏകദേശം 6 അടി നീളം വരും, 2 മീറ്റർ അല്ലെ. അപ്പൊ മനുഷ്യ ശരീരം ട്രില്യൺ 1 ലക്ഷം കോടി കണക്കിന് കോശങ്ങളെ എന്താണ്? സെല്ലുകളെ നിർമ്മിതമാണ് അല്ലെ. എല്ലാ സെല്ലിലെയും എല്ലാ കോശത്തിലെയും DNA കൂട്ടി യോജിപ്പിച്ചാൽ അത് ഏകദേശം എത്രയാ? 67 ബില്യൺ. 1 ബില്യൺ 100 കോടിയിലെ മൈൽ വരും അല്ലെ. ഇത് ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ എന്താണ്? പര്യാപ്തമാണ്. ഓക്കെ, അപ്പൊ DNA വലുപ്പമാണ് ഈ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത്രയും വലിയ DNA കുഞ്ഞു കോശങ്ങളിലെ ക്രോമസോമുകളിൽ ഉൾക്കൊള്ളിക്കുന്നത് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പം ഇത്രയും വലിയ ഒരു DNA ഒരു ക്രോമസോമിൽ ഒതുങ്ങുന്നത് എങ്ങനെയാണ്? അപ്പൊ ക്രോമസോം നോക്കൂ, എന്താണ്? ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ക്രോമസോമിനെ എന്താണ്? സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ ക്രോമാറ്റിഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാ ഇത് അല്ലെ. ഇതും ക്രോമാറ്റിഡ് ആണ്. പിന്നെ സെൻട്രോമീറ്റർ ഇത് നടുക്കുള്ളത് അല്ലെ. പിന്നെ ടെലോമീറ്റർ താഴെ ഇത് വരുന്നത്. പിന്നെ DNA-യും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളാണ് എന്ത്? ക്രോമസോമിലുള്ളത്. DNA-യും പിന്നെ ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുമാണ് എന്ത്? ക്രോമസോമിലുള്ളത്. അപ്പൊ ക്രോമസോമിലുള്ളത് എന്താണ്? DNA-യും പിന്നെ ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് എന്ത്? ക്രോമസോമിലുള്ളത് കേട്ടോ. നോക്കൂ, ക്രോമസോം ഞാൻ കാണിച്ചല്ലേ. സെൻട്രോമീറ്റർ, ക്രോമാറ്റിഡ്, ക്രോമസോം അല്ലേ. ഇതാണ് വരുന്നത്. അപ്പം എന്താണ്? DNA-യും ഹിസ്റ്റോണുകൾ ചേർന്ന പ്രോട്ടീനുകളാണ് എന്ത്? ക്രോമസോമിലുള്ളത്. ഓക്കെ, പിന്നെന്താ ഇവിടെ പറയുന്നത്? ക്രോമസോം ഏതൊക്കെയാണ് നോക്കിയാൽ അത് ക്രോമസോം ആണ്. പിന്നെ എന്താണ്? ഇതെന്താണ്? ന്യൂക്ലിയോസം ആണ്. പിന്നെന്താണ്? ഹിസ്റ്റോൺ ഒക്ടാമർ ആണ്. ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണിത്. പിന്നെ DNA അല്ലേ. ഇതാണ് വരുന്നത്. അപ്പോൾ ന്യൂക്ലിയോടൈഡുകളാണ് എന്ത്? ഇത് വരുന്നത് അല്ലേ. ഓക്കെ, ന്യൂക്ലിയോസോം ഇതാ ഇത് അല്ലേ. പിന്നെന്താണ് വരുന്നത്? ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട് അല്ലേ. പിന്നെ അതുപോലെ ഹിസ്റ്റോൺ ഒക്ടോമർ ഉണ്ട്. പിന്നെ ന്യൂക്ലിയോസോം എന്താണ്? ന്യൂക്ലിയോസോം അല്ലേ. അപ്പൊ DNA ഒരു ക്രോമസോമിൽ ഒതുങ്ങുന്നത് എങ്ങനെയാന്ന് കണ്ടോ നിങ്ങള്? കണ്ടോ? അപ്പൊ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നുണ്ടായ DNA ഇഴകൾ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ചേർന്ന് ഹിസ്റ്റോൺ ഒക്ടോമറിനെ
വലയം ചെയ്ത് ന്യൂക്ലിയോസോം ആവുന്നു. ഇവയുടെ ആ ശൃംഖലകളെ ചുരുട്ടി വീണ്ടും ചുരുളുകളാക്കി എന്താണ് ക്രോമോസോം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്താണ് ന്യൂക്ലിയോടൈഡുകൾ ചേർന്നുണ്ടായ അതെ ന്യൂക്ലിയോടൈഡ് ചേർന്നുണ്ടായ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് അല്ലേ. ഈ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നുണ്ടായ DNA ഇഴകൾ എന്താണ് 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ചേർന്ന് ഹിസ്റ്റോൺ ഒക്ടോമറിനെ വലയം ചെയ്ത് ഹിസ്റ്റോൺ ഒക്ടോമറിനെ വലയം ചെയ്ത് എന്താണ് ന്യൂക്ലിയോസോം ആവുന്നു അല്ലെ. അപ്പൊ എന്താണ് വലയം ചെയ്തിട്ട് ന്യൂക്ലിയോസോം ആവുന്നു. ഇവയുടെ ഈ ശൃംഖലകളെ ചുരുട്ടി വീണ്ടും ചുരുളുകളാക്കി എന്താണ് ക്രോമോസോം ഉണ്ടാവുകയാണ് അല്ലെ. കണ്ടോ ചുരുട്ടിയിട്ട് വീണ്ടും എന്താണ് ക്രോമോസോം ഉണ്ടാവുന്നു. അപ്പൊ നിരവധി ന്യൂക്ലിയോസോം ശൃംഖലകളെ ചുരുളുകളാക്കിയിട്ട് എന്താണ് അവയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് എന്ത് ഒരു ക്രോമോസോം ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ എന്താണ് പറയുന്നത് നിരവധി ന്യൂക്ലിയോസോം ശൃംഖലകളെ ചുരുളുകളാക്കിയിട്ട് അവയെ വീണ്ടും ചുരുളുകളാക്കിയാണ് എന്ത് ഒരു ക്രോമോസോം ഉണ്ടാവുന്നത്. അപ്പൊ ക്രോമോസോം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഹ്യൂമൻ ക്രോമോസോം ആണ് കേട്ടോ. ഹ്യൂമൻ ക്രോമോസോം എന്ന് പറയുന്നത് മനുഷ്യരിലെ ക്രോമോസോമുകൾ അല്ലെ. അപ്പൊ എന്താണ് അതിൽ വരുന്നത് സൊമാറ്റിക് ക്രോമോസോമും സെക്സ് ക്രോമോസോമും അല്ലെ. സ്വരൂപ ക്രോമോസോമുകളും ലിംഗനിർണയ ക്രോമോസോമുകളും. ഓക്കെ, പിന്നെന്താണ് പറയുന്നത് ഇവിടെ മനുഷ്യരിലെ ക്രോമസോമുകളാണ് അല്ലെ അത്. അപ്പൊ എന്താണ് ശാരീരിക സവിശേഷതകൾ നിയന്ത്രിക്കുന്ന ക്രോമസോണുകളാണ് ഇവ അല്ലെ. എന്താണ് ക്രോമസോം? ദീസ് ആർ എ ക്രോമോസോം ദാറ്റ് കൺട്രോൾ physical characteristics. There are 22 pairs of somatic chromosome. A pair of identical chromosome together form a homologous chromosome. One of these inherited from the mother and the other from the father. കണ്ടോ ഈ സൊമാറ്റിക് ക്രോമോസോം ഉണ്ടല്ലോ എങ്ങനെയാണ് നോക്കിയേ. ശാരീരിക സവിശേഷതകൾ നിയന്ത്രിക്കുന്ന ക്രോമോസോമാണ് ഇതിൽ. അത് 22 ജോഡി സ്വരൂപ ക്രോമോസോമുകൾ ആണ് ഉള്ളത് അല്ലെ. 22 ജോഡി അല്ലെ. 22 ജോഡിയുണ്ട് ക്രോമസോമുകളാണ് എന്ത് ഇതിലുള്ളത് അല്ലെ. ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണെന്ത് ഹോമോലോഗസ് ക്രോമസോം, അതായത് സമരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ഇവയിൽ ഒന്നെന്താണ് മാതാവിൽ നിന്നും മദറിൽ നിന്നും, മറ്റൊന്നെന്താണ് ഫാദറിൽ നിന്നും പിതാവിൽ നിന്നും ലഭിച്ചതാണ് എന്ത് സൊമാറ്റിക് ക്രോമസോം അല്ലെ, സ്വരൂപ ക്രോമസോമുകൾ. ഇനി ലിംഗനിർണയ ക്രോമസോമുകൾ നോക്കിയാൽ സെക്സ് ക്രോമസോം എങ്ങനെ വരുന്നത് നോക്കിയാൽ ഇവിടെ വരുന്നത്. അപ്പൊ ഈ 22 ജോഡി ഈ എന്താണ് സൊമാറ്റിക് ക്രോമസോം 22 ജോഡി സ്വരൂപ ക്രോമസോമുകൾ എന്താണ് നമ്മള് ഈ ശാരീരിക സവിശേഷതകൾ എന്താണ് നിയന്ത്രിക്കുകയാണ് അല്ലെ. ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്നത് എന്താണ് ഈ സൊമാറ്റിക് ക്രോമസോം ആണ് അല്ലെ. ഇനി എന്താണ് ഈ സെക്സ് ക്രോമോസോം ലിംഗനിർണയ ക്രോമോസോമുകൾ എന്താണ് പറയുന്നത് നോക്കിയാൽ എന്താണ് sex chromosome. These are the chromosomes which are involved in sex determination. They are of 2 types, X chromosome and Y chromosome. The Y chromosome is comparatively smaller than that of the X chromosome. This SRY gene on the Y chromosome is responsible for the development of testis in the embryo അല്ലെ. എന്താ ഇവിടെ പറയുന്നത് ലിംഗനിർണയത്തിന് കാരണമാകുന്ന ക്രോമസോമുകളാണ് ഇവ 2 തരമുണ്ട് അല്ലെ. എന്താണ് എക്സ് ക്രോമസോം എന്നും വൈ ക്രോമസോം എന്ന് പറഞ്ഞിട്ട്. വൈ ക്രോമസോം എക്സ് ക്രോമസോമുകളെ അപേക്ഷിച്ച് എന്താണ് വളരെ ചെറുതാണ് അല്ലെ. വൈ ക്രോമസോം ചെറുതാണ് അല്ലെ എക്സിനെ അപേക്ഷിച്ചത്. വൈ ക്രോമസോമിലെ SRY ജീനാണിത് ഈ ഭ്രൂണത്തിൽ വൃഷ്ണങ്ങളുടെ വികാസത്തിന് എന്ത് കാരണമാകുന്ന ഏതാണ് വൈ ക്രോമസോമിലെ SRY ജീനാണ് ഈ വൃഷ്ണത്തിന്റെ വികാസത്തിന് കാരണമാകുന്നത്. ഓക്കെ, കേട്ടോ എക്സ് വൈ അല്ലെ. ക്രോമസോമിൽ ജോഡികളായി കാണപ്പെടുന്ന എന്തുകൊണ്ടാപ്പോ പിന്നെ ഇവിടെ പറയുന്നത് സൊമാറ്റിക് ക്രോമോസോമും പിന്നെ അതുപോലെ എന്താണ് സെക്സ് ക്രോമോസോമും സ്വരൂപ ക്രോമസോമും ലിംഗനിർണയ ക്രോമോസോമും. അപ്പൊ ഈ സ്വരൂപ ക്രോമസോമുകൾ സൊമാറ്റിക് ക്രോമോസോമിൽ എന്താണ് 22 പെയറാ വരുന്നത് അല്ലെ. 22 ജോഡിയാണ് ഇത് വരുന്നത് അല്ലെ. പിന്നെന്താണ് ഫിസിക്കൽ ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്നു. പിന്നെന്താണ് ഒരുപോലെയുള്ള ക്രോമസോമുകളാണ് അല്ലെ സമരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹോമോളജിക്കൽ ക്രോമസോം എന്ന് പറയുന്നത് അല്ലെ. പിന്നെ എന്താണ് ഓക്കെ എന്താണ് കൺട്രോൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 22 പെയർ ആണ്. പിന്നെ ഒരുപോലെയുള്ള ക്രോമസോം ആണ് അല്ലെ. അതെന്താണ് ഹോമോലോഗസ് ക്രോമസോം എന്നും പറയുന്നുണ്ട് അല്ലെ. ഇനി എന്താണ് ഈ സെക്സ് ക്രോമസോമിൽ എന്താണ് 1 sex. These are the chromosomes which are involved in sex derivation. They are 2 types, X chromosome, Y chromosome. The Y chromosome is comparatively smaller than that of the X chromosome. അപ്പൊ എന്താ അവിടെ ഒരു ജോഡിയാണ് അല്ലെ. XX എന്നും YY എന്നും പറയും അല്ലെ. ഒന്നുകിൽ XX അല്ലെങ്കിൽ YY അല്ലെ.
പിന്നെ ലിംഗനിർണയത്തിന് എന്താണ് ഇത് കാരണമാകുന്നുണ്ട് അല്ലെ. പിന്നെ Y ക്രോമസോമിലെ എന്താണ് ഇതാ കണ്ടോ, Y ക്രോമസോമിലെ SRY ജീനാണ് എന്ത് വൃഷ്ണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. SRY ജീൻ ഓൺ ദ Y ക്രോമസോം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ടെസ്റ്റിസ് ഇൻ ദ എംബ്രിയോ അല്ലെ. എന്താണ് Y ക്രോമസോമിലെ SRY ജീനാണ് ഭ്രൂണത്തിൽ വൃഷ്ണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. ഓക്കെ. ഇനി ലിംഗനിർണയത്തിൽ പുരുഷന്റെ Y ക്രോമസോം എന്താണ് പ്രധാനമാണ് അല്ലെ. ലിംഗനിർണയത്തിൽ പുരുഷന്റെ Y ക്രോമസോം എന്താണ് പ്രധാനമാണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, പേ അറ്റൻഷൻ ടു ദ ഗിവൺ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫീമെയിൽ ആൻഡ് മെയിൽ ആൻഡ് കംപ്ലീറ്റ് ടേബിൾ 1.1. അനലൈസ് ദ ഇൻഫോർമേഷൻ ഇൻ ദ ടേബിൾ ആൻഡ് ഡ്രോ ഇൻഫറൻസ് ഓഫ് ക്രോമസോമൽ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫീമെയിൽ ആൻഡ് എ മെയിൽ. അപ്പോൾ നോക്കിയ ഫീമെയിലിന്റെ 44+ XX ആണ് അല്ലെ. പിന്നെ മെയിലിൻ്റെതാണെങ്കിലോ എന്താണ് 44+ XY ആണ് അല്ലെ. ഓക്കെ. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്, സ്ത്രീയുടെയും പുരുഷന്റെയും ജനിതക ഘടന നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കാൻ അല്ലെ. അപ്പൊ സ്ത്രീ പുരുഷ എന്നിവയുടെ ക്രോമസോം വ്യത്യാസങ്ങളെ പറ്റിയിട്ട് ഒരു നിഗമനം രൂപീകരിക്കാനാണ് പറഞ്ഞത്. ഇപ്പൊ 44+ X ആണ് എന്ത് ഫീമെയിൽ പെണ്ണുങ്ങളുടെ അല്ലെ. പിന്നെ മെയിലിന്റെ ആണെങ്കിൽ ആണുങ്ങളുടെ 44+ XY, അത് XX ഇത് XY ആണ് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, അപ്പൊ ഈ ലിംഗനിർണയത്തിൽ പുരുഷന്റെ Y ക്രോമസോം എന്താണ് പ്രധാനമാണ് അല്ലെ. ഇപ്പൊ പാരന്റ്സ് എന്താണ്, പാരന്റ്സ് മദറും ഫാദറും അല്ലേ. അപ്പൊ മദർ എന്താണ് 44+ XX ഫാദർ 44+ XY ആണ് വരുന്നത് അല്ലെ. അപ്പം ലിംഗനിർണയത്തിൽ പുരുഷന്റെ Y ക്രോമസോം എന്താണ് ഇവിടെ പ്രധാനമാണെന്ന് പറയുന്നുണ്ട് അല്ലെ. Y ക്രോമസോം ഉള്ള ബീജസംയോഗം എന്താണ് ആൺകുഞ്ഞിനെയാണ് രൂപപ്പെടുത്തുന്നത് അല്ലെ. Y ക്രോമസോം ഉള്ള ബീജസംയോഗം ആൺകുഞ്ഞിനെ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നൊക്കെ ഇവിടെ ജനറ്റിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫീമെയിലും മെയിലും അല്ലെ. അപ്പോൾ ഇവിടെ എന്താണ് ജനിതക ഘടന, എന്താണ് ജനിതക ഘടന ഫീമെയിലിന്റെ 44+ XX ആണല്ലോ. അപ്പൊ ഫീമെയിലിന്റെ അവിടെ 44+ XX എഴുതുക, മെയിലിന്റെ അവിടെ എന്താണ് 44+ XY അല്ലെ. ഇനി എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം, ആകെ എന്താണ് ആകെ ക്രോമസോമുകളുടെ എണ്ണം അല്ലെ. അപ്പൊ ആകെ ക്രോമസോമുകളുടെ എണ്ണം എന്താണ് ഇവിടെ 46 ആണ്, ഇവിടെയും 46 അല്ലെ. ദെൻ ഇനി എന്താണ് നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോം, നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോം എന്താണ് സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം എന്താണ് 44 അല്ലെ. ഇനി എന്താണ് വരുന്നത് അടുത്തത് നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് സെക്സ് ക്രോമോസോം അല്ലെ. ലിംഗനിർണയ ക്രോമസോമുകളുടെ എണ്ണവും തരവും ആണ് അല്ലെ. അപ്പൊ ഇവിടെ 2 അല്ലെ. എന്താണ് XX അല്ലെ ഫീമെയിലിന്റെ. ഇനി മെയിലിന്റെ ആണെങ്കിലോ 2 ഇടുക, എന്താണ് Xഉം Yയും അല്ലെ. ഇതാണ് ഹ്യൂമൻ ക്രോമസോമിന്റെ വരുന്നത് കേട്ടോ. ദെൻ ഇനി എന്താ ഡിഫറെന്റ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. ഡിഫറെന്റ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയേ എന്താണ് ഇവിടെ പറയുന്നത്, വ്യത്യസ്തമായ ജനിതക ഘടനകള് 44+ XX 44+ XY എന്നിവ സാധാരണ ജനിതക ഘടനകളാണെങ്കിലും മനുഷ്യരിൽ അനേകം വ്യത്യസ്തമായ ജനിതക ഘടനകൾ കാണപ്പെടുന്നു അല്ലെ. ഈ വ്യത്യസ്ത ജനിതക ഘടനകൾ വ്യക്തികളുടെ ശാരീരികവും മാനസികവുമായ വികാസത്തെ സ്വാധീനിക്കുന്നുണ്ട്. ലിംഗനിർണയം ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. ഇത് ജനിതക ഘടനകളെ മാത്രമല്ല മറ്റ് ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. വ്യത്യസ്ത ജനിതക ഘടനകളുടെ ചില ഉദാഹരണങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. നോക്കിയേ 44+ X0 അല്ലെ. എന്താണ് ഒരു X ക്രോമസോം മാത്രമുള്ള സ്ത്രീകൾ, ഇവർ എന്താണ് ടർണർ സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരാണ്. എന്താണ് 44+ X0 എന്ന് പറഞ്ഞാൽ ഫീമെയിൽസ് വിത്ത് ഓൺലി 1 X ക്രോമസോം ദേ ഹാവ് ദ കണ്ടീഷൻ കോൾഡ് ടർണർ സിൻഡ്രോം. ഓക്കെ. നെക്സ്റ്റ് എന്താണ് 44+ XXX ആണ് അല്ലെ. XXX ഫീമെയിൽസ് വിത്ത് 3 X ക്രോമസോംസ് ദേ ഹാവ് XXX സിൻഡ്രോം അല്ലെ. എന്താണ് 44+ XX എന്താണ് 3 X ക്രോമസോമുകളുള്ള സ്ത്രീകളാണ്. ഇവർ XXX സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരാണ്. ഓക്കെ. മറ്റേത് എന്താ ടർണർ സിൻഡ്രോം അല്ലെ. ഇത് XXX സിൻഡ്രോം. അടുത്ത എന്താ പറയുന്നത് നോക്കിയേ 44+ XXY അല്ലെ. മെയിൽസ് വിത്ത് 2 X ക്രോമസോംസ് ആൻഡ് 1 Y ക്രോമസോം ദേ ഹാവ് എന്താണ് ലൈൻഫെൽട്ടർ സിൻഡ്രോം. എന്താണ് 44+ XXY 2 X ക്രോമസോമുകളും ഒരു Y ക്രോമസോമും ഉള്ള പുരുഷന്മാരാണ്. ഇവർ എന്താണ് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരാണ്. ഓക്കെ. ദെൻ ഇനി എന്താണ് 44+ XYY മെയിൽസ് വിത്ത് 1 X ക്രോമസോം ആൻഡ് 2 Y ക്രോമസോം ദേ ഹാവ് XYY സിൻഡ്രോം അല്ലെ. അപ്പൊ എന്താണ് 44+ XYY ഒരു X ക്രോമസോമും 2 Y ക്രോമസോമുകളും ഉള്ള പുരുഷന്മാരാണ്. ഇവർ എന്താണ് XYY സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരാണ് അല്ലെ. അപ്പൊ മുകളിൽ സൂചിപ്പിച്ച ജനിതക
ഘടനകളുള്ള വ്യക്തികളിൽ എന്താണ് ലിംഗനിർണയം സങ്കീർണമായിരിക്കും അല്ലെ. ഉദാഹരണത്തിന് എന്താണ് ടർണർ സിൻഡ്രോം ഉള്ള സ്ത്രീകൾക്ക് എന്താണ് സ്ത്രീ ലൈംഗികാവയവങ്ങൾ ഉണ്ടാകാം. എന്നാൽ അവര് എന്താണ് കൗമാരാരംഭത്തിലെ സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങൾ വികസിക്കില്ല. ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം ഉള്ള പുരുഷന്മാർക്ക് എന്താണ് പുരുഷ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാകും. എന്നാൽ അവർ എന്താണ് സ്ത്രീലിംഗ ലക്ഷണങ്ങളും കാണിക്കാം അല്ലെ. അപ്പോൾ നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ജീനുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ജീനുകൾ എവിടെയാ കാണപ്പെടുന്നത്? അപ്പൊ ജീന് നോക്ക എന്താണെന്നുള്ളത് ജീന്. അപ്പൊ ജീനുകൾ എന്താണ്? ജീനുകൾ എന്ന് പറയുന്നത് എന്താണ്? ജെനറ്റിക്സിന്റെ എന്താണ്? ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത് ജെനറ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ജീൻ എന്താണ്? ജീനിന്റെ അപ്പൊ എന്താണ് ജീനിന്റെ നിർദ്ദേശം അനുസരിച്ച് റൈബോസോമുകളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകളാണ് എന്ത് മെറ്റാബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നത് അല്ലെ. അപ്പൊ ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻ തരട്ടെ, നിങ്ങൾ തന്നെ ആൻസർ ചെയ്യുക കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ക്രോമോസോമുകളിലെ ഡാഷിന്റെ ഭാഗമാണ് ജീൻ. ഇനി ഒന്നിൽ തന്നെ ബി തൈമിൻ ഈസ് ടു അഡിനിൻ. അങ്ങനെയാണെങ്കിൽ സൈറ്റോസിൻ ഈസ് ടു എന്താണ് നമ്മൾ പഠിച്ചതാണല്ലേ. ഓക്കെ, അത് എഴുതുക. സൈറ്റോസിൻ ഈസ് ടു ഡാഷ്. ഇനി സി ഒരു പഞ്ചസാര പ്ലസ് ഒരു ഫോസ്ഫേറ്റ് പ്ലസ് ഒരു നൈട്രജൻ ബേസ് ഈസ് ഈക്വൽ ടു ഡാഷ്. ഇനി എന്താ അടുത്ത്? നാലാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഡാഷും പിന്നെ ഫ്രാൻസിസ് ക്രിക്കും DNA ചുറ്റുകോപടി ഘടന നിർദ്ദേശിച്ചു. ആരൊക്കെയാ അറിയാലോ. പിന്നെ അടുത്തത് ഈ പെണ്ണെന്താണ് ഫീമെയിൽ 44 പ്ലസ് 44 സ്വരൂപം ക്രോമസോം പ്ലസ് XX ആണ്. ആണിൻ്റെതോ? ആണിൻ്റെ നിങ്ങൾ എഴുതുക. ക്യാൻസർ ചെയ്യുക കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നില് ABCDE വരെ എഴുതില്ല. ഇനി 2 A ആണ്. 2 ക്രോമസോമുകളിലെ ന്യൂക്ലിയോസുകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? എന്താണ് ക്രോമസോമുകളിലെ ന്യൂക്ലിയോസോമുകൾ രൂപപ്പെടുന്നത് എങ്ങനെ? ഇനി അടുത്തത് 3 എന്തെന്ന് വ്യക്തമാക്കുക. SRY ജീൻ എന്താണ്? അതുപോലെ CRISPR-Cas9 സാങ്കേതിക വിദ്യ എന്താണ്? ഫോട്ടോ 51 എന്താണ്? ഹിസ്റ്റോൺ എന്താണ്? അതൊക്കെ എന്താക്കുക നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കിട്ടിയ പോയിൻ്റൊക്കെ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. എക്സാമിന് എല്ലാവരും എന്താക്കണം? എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾ A+ തന്നെ വാങ്ങണം. ഓക്കെ, അപ്പം കിട്ടിയ പോയിന്റുകളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അടുത്ത ഭാഗം അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. താങ്ക്